വിനോദസഞ്ചാര രംഗത്ത് വലിയ തോതിൽ ശ്രദ്ധ നേടിയിട്ടില്ലാത്ത രാജ്യമാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ലാവോസ്. സംസ്കാരം കൊണ്ടും ഭൂപ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടും അനുഗ്രഹീതമായ രാജ്യം. ലാവോസ് കിങ്ഡത്തിന്റെ രാജഭരണവും ഫ്രഞ്ച് കൊളോണിയൽ ഭരണവും കേന്ദ്രീകരിച്ചിരുന്ന മനോഹര നഗരമാണ് ലുവാങ് പ്രബാങ്. സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ലാവോഷ്യൻ നഗരമാണിത്. പോകാം ലുവാങ് പ്രബാങ്ങിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ലുവാങ് പ്രബാങ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം നാംഖാൻ നദി, തുടർന്ന് ഫുസി ഹിൽ, അടുത്തത് ലുവാങ് പ്രബാങ് നൈറ്റ് മാർക്കറ്റ്, പിന്നെ സിസവാങ് വോങ് സ്ട്രീറ്റ്, അവിടെ നിന്നും റോയൽ പാലസ് ആൻഡ് നാഷണൽ മ്യൂസിയം, പിന്നെ വാറ്റ് സിയങ് മുവാനെ, തുടർന്ന് വാറ്റ് നോങ് സിക്കുൻ മുവാങ്, അടുത്തത് വാറ്റ് സിയം തോങ്, തുടർന്ന് ബാൻസാങ്ഹായ് ഗ്രാമം, അവസാനമായി പാക് ഔ കേവ്സ്. നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ നാംഖാൻ നദിയാണ്. നാംഖാൻ, മെക്കോങ് എന്നീ 2 നദികൾ സംഗമിക്കുന്ന സ്ഥാനത്താണ് ലുവാങ് പ്രബാങ് നഗരം. ഇവിടെ നിന്നും നാംഖാൻ നദിയിലൂടെ ഉൾപ്രദേശങ്ങളിലേക്ക് നാടൻ ബോട്ടുകളിൽ യാത്ര ചെയ്യാനാകും. പരമ്പരാഗത ജീവിത കാഴ്ചകൾ കാണാൻ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും ചെയ്യാം. ലുവാങ് പ്രബാങ്ങിലെ സാധാരണ ജീവിതം തനിമയോടെ കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു വള്ളംകളി മത്സരം നാംഖാൻ നദിയിൽ വർഷം തോറും സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളെക്കാൾ ചെറിയ വള്ളങ്ങളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയും മറ്റും കുട്ടനാട്ടിലെ ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന അതേ ആവേശം ലുവാങ് പ്രബാങ്ങിലെ വള്ളംകളി ദിവസം കാണാനാകും. ഉത്സവ സമാനമായ അന്തരീക്ഷമായിരിക്കും നഗരത്തിലെങ്ങും. അടുത്ത ഗ്രാമങ്ങളിൽ നിന്നെല്ലാം കുടുംബസമേതം ആളുകൾ നഗരത്തിലെത്തി നദിക്കരയിൽ ഒത്തുകൂടും. നദിയിൽ മാത്രമല്ല, കരയിലും ആഘോഷ അന്തരീക്ഷമാണ്. വള്ളംകളി ദിവസം നഗരത്തിലെ തെരുവുകളിലെല്ലാം നല്ല കച്ചവടമാണ് നടക്കുക. വഴിയരികിൽ പലതരം ഉൽപ്പന്നങ്ങളുമായി സ്റ്റാളുകൾ സ്ഥാപിച്ച് കച്ചവടക്കാർ രാവിലെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. ചൂതുകളി, കലാപ്രകടനങ്ങൾ എന്നിവയും പലയിടങ്ങളിലായി നടക്കും. ഭക്ഷണമാണ് മറ്റൊരാകർഷണം. ചെറിയ ഫുഡ് സ്റ്റാളുകളിൽ തനി നാടൻ വിഭവങ്ങളാണ് വിളമ്പുക. പുൽച്ചാടി, പാറ്റ, വണ്ട്, പുഴു എന്നിങ്ങനെ ഇൻഡോ ചൈന മേഖലയുടെ സവിശേഷതയായ വിചിത്ര ഭക്ഷണങ്ങൾ. കൂടെ നാടൻ ബിയറും. ലുവാങ് പ്രബാങ് നഗരത്തിലെയും സമീപ ഗ്രാമങ്ങളിലെയും സംസ്കാരവും ജീവിതവും ആഘോഷവുമെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന ഒരു അപൂർവ പരിപാടിയാണ് ഈ വള്ളംകളി മത്സരം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥാനമായ ഫുസി ഹില്ലാണ്. കുന്നിന്റെ ഒരു വശത്തുകൂടി മെക്കോങ് നദിയും മറ്റൊരു വശത്തുകൂടി നാംഖാൻ നദിയും ഒഴുകുന്നു.
അതുകൊണ്ട് തന്നെ നഗരത്തിന്റെയും ഇരു നദികളുടെയും പനോരമിക് ദൃശ്യങ്ങളാണ് ഈ കുന്നിന്റെ മുഖ്യ ആകർഷണം. നഗരവും നദികളും പിന്നിലെ മലനിരകളുമെല്ലാം ഉൾപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും. മലനിരകളുടെയും നദിയുടെയും പശ്ചാത്തലത്തിലുള്ള സൂര്യോദയ അസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാൻ ഫുസി ഹില്ലിലേക്ക് ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രഭാതത്തിലും സായാഹ്നത്തിലുമാണ് കുന്നു കയറാൻ തിരക്ക് കൂടുന്നതും. മുകളിലേക്ക് എത്താൻ 2 വഴികളാണുള്ളത്. രണ്ടിലും പടവുകൾ കയറണം. ഹൈക്കിംഗ് പോലെ രസകരമായ അനുഭവമാണിത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നതിലുപരി ഫുസി ഹിൽ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. 100 കണക്കിന് ബുദ്ധ വിഗ്രഹങ്ങൾ മലയുടെ ചരിവുകളിൽ പലയിടങ്ങളിലായി കാണാം. കൂടാതെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളുമുണ്ട്. കുന്നിന്റെ ഏറ്റവും മുകളിലായി ഒരു സ്തൂപമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം കാഴ്ചകൾ ആസ്വദിക്കാൻ ഗ്യാലറികളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിലെയും തായ്ലൻഡിലെയും ഒക്കെ നൈറ്റ് മാർക്കറ്റുകളുടെ അതേ മാതൃകയിൽ തന്നെയാണ് ലുവാങ് പ്രബാങ്ങിലെയും നൈറ്റ് മാർക്കറ്റ്. നമുക്ക് ലുവാങ് പ്രബാങ്ങിന്റെ ഹൃദയമായ നൈറ്റ് മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലാം. സായാഹ്നത്തോടെ സിസവാങ് വോങ് സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്ത് കച്ചവട സ്റ്റാളുകൾ പല നിരകളിലായി സ്ഥാനം പിടിക്കും. സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ വിൽപ്പനക്കാർ. ഇവരിൽ മിക്കവരും സമീപ ഗ്രാമങ്ങളിൽ നിന്നും മറ്റും സ്വയം തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുമായി എത്തിയവരുമാണ്. സമൂഹത്തിന്റെ സമഗ്രമായ വികസനത്തിന് ടൂറിസം എത്രമാത്രം പ്രയോജനപ്പെടുന്നുവെന്നതിന് മികച്ച ഉദാഹരണമാണിത്. ലാവോഷ്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമായ പലതരം കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയൊക്കെ മാർക്കറ്റിൽ ലഭിക്കും. നാടൻ വസ്ത്രങ്ങളാണ് പ്രധാന ഇനം. വില വളരെ കുറവാണെന്നതാണ് പ്രത്യേകത. മനോഹരമായി കച്ചവട വസ്തുക്കൾ അടുക്കി വെച്ചിട്ടുള്ള സ്റ്റാളുകളും നിറപ്പകിട്ടാർന്ന ഉൽപ്പന്നങ്ങളും കണ്ടു നടക്കുന്നത് പോലും രസകരമായ അനുഭവമാണ്. നൈറ്റ് മാർക്കറ്റിന്റെ ഒരു ഭാഗം ഫുഡ് കോർട്ടാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വിചിത്രമായ വിഭവങ്ങൾ കഴിക്കാൻ കഴിയുന്ന ഇടം. ഇതുകൂടാതെ ലാവോസിലെ പരമ്പരാഗത ഭക്ഷണങ്ങളും ഇവിടെ നിന്നും ആസ്വദിക്കാം. അടുത്തതായി നമുക്ക് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായ സിസവാങ് വോങ് സ്ട്രീറ്റിലേക്ക് ചെല്ലാം. ലാവോസ് കിങ്ഡം സ്ഥാപിച്ച സിസവാങ് വോങ് രാജാവിന്റെ പേരിലുള്ള സ്ട്രീറ്റാണിത്. രാജഭരണകാലത്തും കോളനി ഭരണകാലത്തും നഗരത്തിലെ പ്രധാനപ്പെട്ട പാതയും വാണിജ്യ കേന്ദ്രവും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികളും നിരവധി ചരിത്ര സ്മാരകങ്ങളും പാതയുടെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പാതയും ചുറ്റുവട്ടവും യുനെസ്കോയുടെ കർശന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് സംരക്ഷിക്കുന്നത്. നഗരത്തിലെ ടൂറിസം ആക്ടിവിറ്റികളുടെ കേന്ദ്രമാണ് ഈ നിവിടം. നവീകരിച്ച ഫ്രഞ്ച് കൊളോണിയൽ കലാനിർമ്മിതികളും മറ്റും കണ്ടുകൊണ്ട് സിസവാങ് വോങ് സ്ട്രീറ്റിലൂടെ നടക്കുന്നത് രസകരമായ അനുഭവമാണ്. വിനോദസഞ്ചാരികൾക്കായുള്ള സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, മ്യൂസിയങ്ങൾ എന്നിവയെല്ലാം പാതയുടെ വശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ട്രീറ്റിന്റെ ഒരു ഭാഗം നേരം ഇരുട്ടുന്നതോടെ നൈറ്റ് മാർക്കറ്റായി മാറും.
ഗതാഗതം ഒഴിവാക്കിയാണ് മാർക്കറ്റ് സജ്ജീകരിക്കുന്നത്. അതുകൊണ്ട് പകലിനേക്കാൾ രാത്രിയിലാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടുക. ബുദ്ധസന്യാസിമാർക്ക് ഭിക്ഷ കൊടുക്കുന്ന തക്ബത്ത് എന്ന ചടങ്ങ് സിസവാങ്വോങ് സ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. വഴിയോരത്ത് നിരന്നിരിക്കുന്ന വിശ്വാസികളിൽ നിന്നും ഭിക്ഷ സ്വീകരിക്കാൻ പ്രഭാതത്തിൽ ബുദ്ധസന്യാസിമാർ കൂട്ടത്തോടെ എത്തും. ബുദ്ധമതത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണിതെങ്കിലും തക്ബത്ത് പൂർണ്ണതയോടെ ഇന്നും പിന്തുടരുന്ന ഒരു രാജ്യം ലാവോസ് ആണ്. വിവിധ മൊണാസ്ട്രികളിൽ നിന്നും സംഘങ്ങളായി വരുന്ന ബുദ്ധസന്യാസിമാർ തോളത്തു തൂക്കിയ പാത്രത്തിൽ ഭിക്ഷ സ്വീകരിച്ച് കടന്നുപോകും. ഇന്ന് നഗരത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ആകർഷണം കൂടിയാണ് ഈ ചടങ്ങ്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇനി നമുക്ക് സിസവാങ്വോങ് സ്ട്രീറ്റിലുള്ള റോയൽ പാലസിലേക്ക് കടന്നു ചെല്ലാം. രാജഭരണം അവസാനിച്ച ശേഷം കൊട്ടാരം മ്യൂസിയമാക്കി മാറ്റിയിരുന്നു. 1904 ഫ്രഞ്ച് കൊളോണിയൽ ഭരണകാലത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. കോളനി ഭരണം അംഗീകരിച്ചിരുന്നതിനാൽ അന്നത്തെ രാജാവായിരുന്ന സിസവാങ്വോങ്ങിനു വേണ്ടി ഫ്രഞ്ചുകാർ മുൻകൈയെടുത്ത് കൊട്ടാരം പണി കഴിപ്പിക്കുകയായിരുന്നു. ഫ്രഞ്ച് ലാവോഷ്യൻ വാസ്തുവിദ്യാ ശൈലികൾ കൊട്ടാരത്തിലെ മന്ദിരങ്ങളിൽ കാണാനാകും. അലങ്കാരപ്പണികൾ ലാവോഷ്യൻ ശൈലിയിൽ തന്നെയാണ്. കൊട്ടാര സമുച്ചയത്തിലെ പ്രധാന മന്ദിരം മെയിൻ പാലസ് ആണ്. 1975 രാജഭരണം അവസാനിച്ചപ്പോഴുള്ള കൊട്ടാരം അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. പ്രബാങ് ബുദ്ധ എന്ന ബുദ്ധവിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന മന്ദിരമാണ് സമുച്ചയത്തിലെ മറ്റൊരാകർഷണം. നഗരത്തിന് പേര് ലഭിച്ചതും ഈ വിഗ്രഹത്തിൽ നിന്നാണ്. കൂടാതെ രാജാവിന്റെ വാഹനങ്ങളുടെ ശേഖരം, മനോഹരമായ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവയും ഇവിടെ കാഴ്ചയാകുന്നു. ആരാധനയോടൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളും കൂടി സജീവമായ ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. വാറ്റ് സിയങ് മുവാനെ. ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിലാണ് കോംപ്ലക്സിലെ പ്രധാന കാഴ്ച. തനത് ലാവോഷ്യൻ ശൈലിയിൽ അലങ്കാരങ്ങളോടെയും ചരിഞ്ഞുയരുന്ന മേൽക്കൂരയോടെയും നിർമ്മിച്ചിട്ടുള്ള മന്ദിരം. ബുദ്ധഭിക്ഷുക്കൾ താമസിക്കുന്ന ആശ്രമത്തോടൊപ്പം ഒരു മതപാഠശാലയും കൂടി ക്ഷേത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സൗഹൃദത്തോടെ ഇടപെടുന്ന ബുദ്ധസന്യാസിമാർക്കൊപ്പം ഇവിടെ നിങ്ങൾക്ക് സമയം ചിലവിടാനാകും. ബുദ്ധമതത്തിലെ തേരാവാദ വിഭാഗത്തിന്റെ വിശ്വാസ രീതികളാണ് വാറ്റ് സിയങ് മുവാനയിൽ പിന്തുടരുന്നത്. ക്ഷേത്രത്തിന്റെ ഭാഗമായി യുനെസ്കോയുടെ ട്രെയിനിംഗ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ലാവോഷ്യൻ നാടൻ കലാരൂപങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. തദ്ദേശീയ സംസ്കാരവും കലകളും നശിച്ചു പോകാതെ നിലനിർത്തുകയാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. അതുപോലെ ലാവോഷ്യൻ വാസ്തുവിദ്യയുടെ സ്മാരകമായ ചില പഴയ നിർമ്മിതികളും ക്ഷേത്ര കോമ്പൗണ്ടിൽ കാണാം. തൂണിൽ കെട്ടിയുയർത്തിയ മന്ദിരങ്ങൾ പലയിടങ്ങളിൽ നിന്നായി പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതാണ്. ലുവാങ് പ്രബാങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്കാണ് ഇനി നാം പോകുന്നത്. വാറ്റ് നോങ് സിഖുൻ മുവാങ്.
18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ലാവോഷ്യൻ വാസ്തുവിദ്യാ പാരമ്പര്യത്തിന്റെ മഹിമ വിളിച്ചോതുന്ന മറ്റൊരു നിർമ്മിതി. തനത് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂര തന്നെയാണ് ക്ഷേത്ര ശ്രീകോവിലിന്റെ മുഖ്യ ആകർഷണം. മേൽക്കൂരയുടെ തട്ടുകളിലും കവാടത്തിനു മുന്നിലെ പടിക്കെട്ടുകളിലും വ്യാളി ശില്പങ്ങൾ കാണാം. സങ്കീർണമായ അലങ്കാര പണികളാൽ സമ്പന്നമാണ് ക്ഷേത്രത്തിന്റെ ഭിത്തി. സ്വർണ്ണ നിറത്തിലുള്ള ഡിസൈൻ പാറ്റേണുകൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധന്റെ വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ചുറ്റും നിരവധി ചെറിയ ബുദ്ധപ്രതിമകളും കൂടി ചേരുമ്പോൾ അൾത്താരയും മനോഹരമാകുന്നു. ലുവാങ് പ്രബാങ്ങിലെ പരമ്പരാഗത വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ ക്ഷേത്രത്തിലേക്കാണ് ഇനി നാം പോകുന്നത്. വാറ്റ് സിയങ് തോങ്. ലാവോസിലെ തന്നെ പ്രധാനപ്പെട്ടതും മനോഹരവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. രാജഭരണകാലത്ത് ലാവോസിയൻ രാജകുടുംബത്തിന്റെ ആസ്ഥാന ക്ഷേത്രമായിരുന്നു വാറ്റ് സിയങ് തോങ്. രാജാവ് എല്ലാ ദിവസവും ഇവിടെ വന്ന് ആരാധന നടത്തിയിട്ടേ ഭരണപ്രവർത്തനങ്ങളിലേക്ക് കടക്കുമായിരുന്നുള്ളൂ. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന് ലാവോസിൽ പ്രചരിക്കുന്ന ഐതിഹ്യങ്ങളുമായും അടുത്ത ബന്ധമുണ്ട്. വാറ്റ് സിയങ് തോങ്ങിലെ പ്രധാന ശ്രീകോവിലാണ് ആദ്യം പണികഴിപ്പിച്ചത്. മറ്റ് നിർമ്മിതികൾ പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി സ്ഥാപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലാവോസിൽ നിലനിന്നിരുന്ന പലതരം ആർക്കിടെക്ചർ ശൈലികൾ ഈ കോംപ്ലക്സിൽ കാണാം. ചരിഞ്ഞുയരുന്ന ഇരട്ട മേൽക്കൂരയോടുകൂടിയ പ്രധാന ശ്രീകോവിലാണ് സമുച്ചയത്തിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതി. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അലങ്കാര പണികൾ ഗംഭീരമാണ്. ധ്യാനനിമഗ്നനായ ശ്രീബുദ്ധന്റെ സ്വർണവർണ്ണത്തിലുള്ള വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. രാജകുടുംബാംഗങ്ങളുടെ മൃതശരീരം വഹിക്കുന്ന ശവമഞ്ചം, ശരീരം കുത്തനെ നിർത്തി രഥത്തിൽ ആനയിച്ചിരുന്ന കുംഭം എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെക്കോങ് നദിയിലൂടെ ഒരു ബോട്ട് റൈഡ് ആകാം. അതോടൊപ്പം ബാൻ സാങ് ഹായ് എന്ന വനാന്തര ഗ്രാമവും പാക് ഔ എന്ന ഗുഹാസമുച്ചയവും അടക്കം രസകരമായ ചില ഡെസ്റ്റിനേഷനുകളും സന്ദർശിക്കാം. ഗുഹയുടെ സമീപമെത്താൻ നദിയിലൂടെ 2 മണിക്കൂറോളം നീളുന്ന യാത്രയുണ്ട്. ഇവിടെ നീണ്ടുപരന്ന പരമ്പരാഗത ലാവോഷ്യൻ ബോട്ടുകൾ യാത്രയ്ക്കായി തെരഞ്ഞെടുക്കാം. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വ്യാപകമായി കാണപ്പെടുന്ന തരം ബോട്ടുകളാണ് ഇവ. 50 അടി വരെ നീളമുള്ള ബോട്ടുകൾ കൂട്ടത്തിലുണ്ട്. വ്യത്യസ്തമായ ലാവോസ്യൻ ഭൂപ്രകൃതിയും ചുവന്ന നിറത്തിൽ കുത്തിയൊലിച്ചൊഴുകുന്ന മെക്കോങ് നദിയുമെല്ലാം കണ്ടുകൊണ്ടാണ് ബോട്ടിലെ യാത്ര. നഗരം പിന്നിട്ടാൽ ഇടവിട്ട് നിബിഡ വനവും ഗ്രാമങ്ങളും കാണാം. വനത്തിനുള്ളിലെ ഗ്രാമങ്ങളിലേക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സഞ്ചരിക്കാം. വികസനത്തിൽ ഏറെ പിന്നിലായ ഗ്രാമങ്ങൾ ഇന്നും 1 നൂറ്റാണ്ട് പുറകിലാണെന്ന് തോന്നും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലൊക്കെ നിലനിന്നിരുന്ന രീതികളാണ് കൃഷി, നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഇവർ ഇന്നും ഉപയോഗിക്കുന്നത്. ടൂറിസം രംഗത്ത് ബിസ്കി വില്ലേജ് എന്ന വിശേഷണത്തോടെ പ്രസിദ്ധമായ ബാൻ സാങ് ഹായ് എന്ന ഗ്രാമമാണ് ഈ യാത്രയിൽ നാം ആദ്യം സന്ദർശിക്കുന്നത്. ഗ്രാമക്കാഴ്ചകൾ കാണുന്നതിനൊപ്പം റൈസ് വൈനും ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗ്രാമത്തിന്റെയും
കൃഷിയിടങ്ങളുടെയും കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുകയെന്നത് മറക്കാനാവാത്ത അനുഭവം തന്നെയായിരിക്കും. ഒരു കാലത്ത് വളരെ പിന്നോക്കമായിരുന്ന ബാൻ സാങ് ഹായി ഇപ്പോൾ ടൂറിസത്തിലൂടെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. മുൻപ് വല്ലപ്പോഴുമാണ് ടൂറിസ്റ്റുകൾ വന്നിരുന്നതെങ്കിൽ ബാൻ സാങ് ഹായി ഇപ്പോൾ സദാസമയം വിനോദസഞ്ചാരികൾ എത്തുന്ന ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നെയ്ത്തും വൈനുൽപാദനവുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ. രണ്ടുൽപ്പന്നങ്ങളും വാങ്ങുന്നതിനൊപ്പം അവയുടെ നിർമ്മാണം നേരിട്ട് കാണാനുമാവും. കറുപ്പും വെളുപ്പും നിറമുള്ള അരികളിൽ നിന്നും അതാത് നിറങ്ങളിലുള്ള വൈനുകൾ നിർമ്മിക്കുന്നു. ഇതിൽ വിഷജന്തുക്കളെ മുക്കിവെക്കുന്നതോടെ പരമ്പരാഗത ലാവോഷ്യൻ വൈനുകൾ തയ്യാറായി. ഉഗ്രവിഷമുള്ള പാമ്പുകൾ, തേളുകൾ, വലിയ പഴുതാരകൾ എന്നിവയൊക്കെ കുപ്പിയിൽ അടച്ച നിലയിൽ ഇവിടെ കാണാം. കാഴ്ചയിൽ അല്പം ഭീകരമാണെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് രുചിച്ചു നോക്കാം. പരമ്പരാഗത കൈത്തറികളിൽ തുണി നെയ്യുന്ന രീതികളും ഗ്രാമീണർ നിങ്ങളെ പരിചയപ്പെടുത്തും. ഗുണനിലവാരമുള്ള മികച്ച വസ്ത്രങ്ങൾ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം. ഇവിടെ നിന്നും നമുക്കിനി പാക് ഔ ഗുഹകളുടെ സമീപത്തേക്ക് നീങ്ങാം. നദിയുടെ തീരത്തെ വലിയ ചുണ്ണാമ്പ് പാറക്കെട്ടിന്റെ താഴെയാണ് ഗുഹകൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇവിടെ ബുദ്ധമതം പ്രചരിച്ച കാലത്ത് ബുദ്ധസന്യാസിമാർ ധ്യാനിച്ചിരുന്ന ഗുഹകളിലേക്ക് വിശ്വാസികൾ എത്തിത്തുടങ്ങി. പിന്നീട് രാജഭരണകാലത്ത് ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു. 2 തട്ടുകളായാണ് ഈ ഗുഹകളുടെ ഘടന. എല്ലായിടത്തേക്കും നടന്നെത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെക്കാൾ കൂടുതൽ വിശ്വാസികളാണ് ഇവിടം സന്ദർശിക്കുന്നത്. തീർത്ഥാടകർ നേർച്ചകൾ അർപ്പിച്ച് ആരാധന നടത്തുകയും ചെയ്യുന്നു. ഗൈഡുകൾ കൂടെയുണ്ടെങ്കിൽ ആരാധനാ രീതികൾ അവർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യും. 4000-ഓളം വരുന്ന ബുദ്ധ പ്രതിമകളാണ് പാക് ഔ ഗുഹയിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒരു കാഴ്ച. രാജാക്കന്മാർ ഗുഹ സന്ദർശിക്കുമ്പോൾ വിഗ്രഹം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന പതിവ് ഒരു കാലത്ത് നിലനിന്നിരുന്നു. പിന്നീട് വിശ്വാസികളും അത് പിന്തുടർന്നതോടെ വിഗ്രഹങ്ങളുടെ എണ്ണം ഉയരുകയായിരുന്നു. പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള ബുദ്ധപ്രതിമകൾ ഇവിടെ കാണാനാകും. ലാവോസിലെ ഏറ്റവും പ്രസിദ്ധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ലുവാങ് പ്രബാങ്ങിലൂടെയുള്ള ഒരു ടൂർ നാം പൂർത്തിയാക്കി കഴിഞ്ഞു. ലാവോസിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന നഗരം കൂടിയാണിത്. സമീപ രാജ്യങ്ങളായ വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ചുവട് പിടിച്ച് വിനോദസഞ്ചാര രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ലാവോസ്. ആ രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് സാംസ്കാരിക നഗരമായ ലുവാങ് പ്രബാങ്.